എത്ര ബലാത്സംഗ കേസിലെ പ്രതികളെയാണ് ഈ രാഹുൽ ഈശ്വർ ജസ്റ്റിഫൈ ചെയ്തിരിക്കുന്നത്? നാഷണലി എടുക്കുക, കാരണം നാഷണൽ ചാനലൊക്കെ വന്നിരുന്ന അവരെ അങ്ങ് ജസ്റ്റിഫൈ ചെയ്യുമോ? എന്നിട്ട് അതിനുവേണ്ടി ചലഞ്ച് ചെയ്യുന്നു സിസ്റ്റത്തെ. നമ്മളെല്ലാം ഒരു സിസ്റ്റത്തിനനുസരിച്ച് പോവുകയും ജീവിക്കുകയും ചെയ്യുന്നവരാ. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ സിസ്റ്റത്തെ നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും? ആ സിസ്റ്റത്തിന്റെ പാർട്ട് തന്നെയാണ് ജുഡീഷ്യറി ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എല്ലാം ആ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അതിനെയൊക്കെ വെല്ലുവിളിച്ച് ഇവൻ ജയിലിൽ കിടക്കാൻ നേരത്ത് എൻ്റെ ഒരു അഭ്യർത്ഥന, ഇവൻ ജയിലിൽ പട്ടിണി കിടക്കുക, ഇവൻ നിരാഹാരം തന്നെ കിടക്കട്ടെ, ലെറ്റ് ഹിം. കാരണം അഹങ്കാരം തലയ്ക്കകത്ത് ഏറി ചേർത്ത് ഇതേപോലെയുള്ള രീതിയിൽ ആൾക്കാരെ വഹിച്ചും നോവിച്ചും ക്രൂവലായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഏറ്റവും വലിയ ക്രിമിനൽ അല്ലേ ഇവൻ? ഒരു കേസാണ്, എത്രയോ കേസുകൾ. എന്നിട്ട് ഒരു വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ബേസിക്കലി നമ്മുടെ ഗവൺമെന്റ് ഇതേപോലെയുള്ളവരെ ക്രാക്ക് ഡൗൺ ചെയ്തേ മതിയാവത്തുള്ളൂ. ഇത് ചെറിയ ഈ പറയുന്ന സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന പല ആൾക്കാർ ഇതേപോലെയുള്ള വൃത്തികേടുകൾ ഇട്ടിട്ട് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഒരു സന്ദേശം ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞ് ഇതങ്ങ് കുറയും. അല്ലെങ്കിൽ ഇതേപോലത്തെയുള്ള ക്രിമിനൽസ് സോഷ്യൽ മീഡിയയെ കൂടെ റൂള് ചെയ്യുവാണെങ്കിൽ ജനങ്ങൾ എന്താണ് സത്യം, എന്താണ് കള്ളം,